إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر. ലൈലത്തുൽ ഖദ്ർ അഥവാ വിധി നിർണയ രാവ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനമാണിന്ന്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും കൊണ്ടും ഖുർആനിന്റെ അവതരണം കൊണ്ടും ആദരിക്കപ്പെട്ട രാവ് തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ലൈലത്തുൽ ഖദ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിലെ 27-ാം രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. ഈ രാത്രിയിലാണ് ജിബ്രീൽ എന്ന മാലാഖ ഖുർആനിന്റെ ആദ്യ വാക്യങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അറിയിച്ചു കൊടുത്തത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് റമദാനിലെ ഒരു പ്രത്യേക രാത്രിയിലാണ്. അതേത് രാത്രിയിലാണെന്ന് സൂചനകൾ ഉണ്ട്. 27-ാമത്തെ രാത്രി, 26 നോമ്പ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമുള്ള രാത്രി, 27-ാം രാത്രി, അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ധാരാളം പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ വിശദമാക്കുന്ന ഖുർആൻ വചനമോ പ്രവാചക വചനമോ ഇല്ല. പകരം റമദാനിലെ അവസാന 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവിലാണെന്നത് മാത്രമാണ് പ്രവാചകൻ വിശ്വാസികൾക്ക് നൽകിയ സൂചന. കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നതിനാൽ ഇന്ന് രാത്രി വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കും. ഇത്തിക്കാഫ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ആരാധനയെ കൂടുതൽ ശക്തമാക്കിയതും ഈ പുണ്യരാത്രിയിലാണ്. ദീർഘ നമസ്കാരമായ തറാവിഹും തസ്ബീഹ് നിസ്കാരവും ഖുർആൻ പാരായണവുമൊക്കെയായി മുസ്ലിം ലോകം പ്രഭാതം വരെ ഉണർന്നിരിക്കും. ഇസ്ലാം മത വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ മസ്ജിദുൽ ഹറമും വിശ്വാസികളെ കൊണ്ട് നിറയുന്നതോടൊപ്പം പ്രാർത്ഥനാമുഖരിതമാകുകയും ചെയ്യും. അനിൽ കാസൈദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.